മറ്റു വാർത്ത അത് മഴയുമായി ബന്ധപ്പെട്ടാണ്. സംസ്ഥാനത്ത് കാലവർഷം ശക്തമാണ്. ഇന്ന് രാവിലെ അല്പസമയമൊന്ന് മഴ മാറി നിന്നുവെങ്കിലും ഉച്ചയോടുകൂടി വീണ്ടും മഴ വിവിധ കേന്ദ്രങ്ങളിൽ ശക്തി പ്രാപിച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മഴക്കെടുതി അതിരൂക്ഷമാണ്. സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചപ്പോൾ വ്യാപകമായ കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തു. വെള്ളക്കെട്ടും കടലാക്രമണവും പലയിടത്തും ശക്തമാണ്. കനത്ത മഴയിൽ തിരുവനന്തപുരം കോട്ടൂരിൽ 2 വീടുകൾ തകർന്നു. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ തലനാഴിഴയ്ക്ക് രക്ഷപ്പെട്ടു. കോട്ടൂർ കടമാൻകുന്ന് ജലാലുദ്ദീന്റെയും മുബീനയുടെയും വീടുകളാണ് തകർന്നത്. എറണാകുളം കണ്ണമാലിയിൽ കടലാക്രമണത്തിൽ വീട് തകർന്നു. പുത്തൻതോട് ബെഞ്ചമിന്റെ വീടാണ് തകർന്നത്. വീടിനുള്ളിൽ തിരകയറി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെ നശിച്ചു. കോട്ടയം തിരുവാതുക്കൽ വേളൂരിൽ കനത്ത മഴയിലും കാറ്റിലും മരങ്ങൾ വീണ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഞാൻ ഇട്ട വിഷയം തിരുവല്ലയിലാണ്. ഇപ്പോൾ അടുത്ത വിഷയം അഖിലേഷ് ഇട്ടു. നദികളിലും അണക്കെട്ടുകളിലും ജലനിരപ്പ് ഉയരുകയാണ്. പമ്പ നദിയിൽ ജലനിരപ്പ് ഉയർന്നതോടെ റാന്നി അരയാഞ്ഞിലിമൺ കോസ്വേയിൽ വെള്ളം കയറി. തിരുവല്ല കടപ്ര പഞ്ചായത്തിൽ 15-ലധികം വീടുകളിൽ വെള്ളം കയറി. 18 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കാസർഗോഡ് കുറ്റിക്കോൽ പള്ളിജാലിൽ കാർ ഒഴുക്കിൽപ്പെട്ടു. കൈവരിയില്ലാത്ത പാലത്തിലാണ് അപകടത്തിൽപ്പെട്ടത്. കാറിലുണ്ടായിരുന്ന 2 പേരെയും രക്ഷപ്പെടുത്തി. കാസർഗോഡ് മധുവാഹിനിപ്പുഴ കരകവിഞ്ഞതോടെ പലയിടത്തും വെള്ളം കയറി. മധൂർ സിദ്ധിവിനായക ക്ഷേത്രത്തിലെ ശ്രീകോവിലും വെള്ളം കയറി. കണ്ണൂർ പയ്യന്നൂരിൽ കനത്ത മഴയിലും കാറ്റിലും വ്യാപക കൃഷിനാശമുണ്ടായി. റബ്ബർ, കവുങ്ങ്, വാഴ തുടങ്ങിയവ നശിച്ചു. കാനായി വള്ളിക്കെട്ട് പ്രദേശത്ത് ഇലക്ട്രിക് പോസ്റ്റ് ലൈനുകളും തകർന്നു.